വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പോയറ്റും നോവലിസ്റ്റുമായിട്ടുള്ള മമാങ് ദായിയുടെ സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന പോമാണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന പോം 2004 പ്രസിദ്ധീകരിച്ച റിവർ പോംസ് എന്ന കളക്ഷനിൽ പെട്ടതാണ്. ഈ കവിതയിലൂടെ ജന്മനാടായ ആന്ധ്രാപ്രദേശിലെ ഇഥാനഗറുമായി തനിക്കുള്ള ആത്മബന്ധത്തെ തുറന്നു കാട്ടുകയാണ്. അതുപോലെ മനുഷ്യനും പ്രകൃതിയും ആത്മീയതയും തമ്മിലുള്ള ഇമ്മോർട്ടൽ റിലേഷനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുമാണ് കവിയുടെ ഉദ്ദേശം. അൺഈക്വൽ ലെങ്തിലും വരികളിലുമായി 7 സ്റ്റാൻസയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പാരഡോക്സ് അഥവാ വിരോധാഭാസമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കവിയെ സംബന്ധിച്ചിടത്തോളം ചെറുപട്ടണങ്ങൾ അവരെ മരണത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. മലകൾ ചുറ്റുമുള്ള പട്ടണത്തിലാണ് താമസമെങ്കിലും ഏകാന്ത ജീവിതമാണ് അവരുടേത്. പട്ടണത്തിലെ ജീവിതത്തെ മരണത്തിൽ അവസാനിക്കുന്ന ഒരു മടുപ്പ് നിറഞ്ഞ യാത്രയായിട്ടാണ് കവി വിവരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ കവി ഡസ്റ്റിനെ സിനക്ടക്കിയായി ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ഡസ്റ്റിനെ മരണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് വരുമ്പോൾ മരണത്തെ കൂടുതൽ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. പട്ടണത്തിൽ അടുത്തിടെ നടന്ന മരണത്തെ കവി ഓർക്കുകയാണ്. ആ മരണ വാർത്ത അവരെ വളരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ആ മരിച്ച ശരീരത്തിലെ മോർണിംഗ് റീത്ത് കണ്ടപ്പോൾ അത് കവിയെ അവരുടെ സ്വന്തം മരണത്തെയാണ് ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ ദുഃഖിതർ അർപ്പിച്ച ട്യൂബറോസ് എന്ന ഫ്ലവറിനെ മരണത്തെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ട്യൂബറോസ് എന്ന് വെച്ചാൽ ഒരു നല്ല സുഗന്ധമുള്ള വൈറ്റ് ഫ്ലവർ ആണ്. അതിനെയാണ് ഇവിടെ മരണവുമായി യോജിപ്പിച്ചിരിക്കുന്നത്. ലൈഫ് ആൻഡ് ഡെത്ത് എന്ന ഫ്രേസിനെ 2 തവണ സെക്കൻഡ് സ്റ്റാൻസയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിലൂടെ ജീവിതത്തിന്റെ അൺഎൻഡിങ് സൈക്കിളിനെയാണ് എംഫസിസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നത്തിങ് ഈസ് പെർമനന്റ് എക്സെപ്റ്റ് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന പരമ്പരാഗത പ്രഖ്യാപനത്തെയും കവി തിരുത്തി പറയുന്നു. ജീവിതമല്ല, മറിച്ച് ആചാരങ്ങൾ മാത്രമാണ് പെർമനന്റ് എന്നാണ് കവി കൂട്ടിച്ചേർക്കുന്നത്. ഇനി തേർഡ് സ്റ്റാൻസയിലേക്ക് കടക്കുമ്പോൾ ഫോക്കസ് മുഴുവൻ നദിയിലോട്ട് മാറുന്നു. നദിക്ക് ആത്മാവുള്ളതായും അതുപോലെ നദിയെ പേഴ്സോണിഫൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നദിയുടെ യാത്രയെ ഒരേ സമയം ദുഃഖത്തിന്റെ ഉറവിടമായും മത്സ്യങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഭൂമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു കമ്പാരിസണിലൂടെ കണ്ടിന്യൂറ്റിയെ ടൈംലെസ്സുമായാണ് ബന്ധിപ്പിക്കുന്നത്. 4ാമത്തെ സ്റ്റാൻസയിൽ നദിക്കൊരു ആത്മാവുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മരണത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച പട്ടണത്തെക്കുറിച്ച് നദി ബോധവാനാണ്. പുതുമഴ മണ്ണിനെ റിഫ്രഷ് ചെയ്യുന്നത് പോലെയും മിസ്റ്റ് മലഞ്ചെരുവുകളെ മൂടുന്നത് പോലെയും നദിക്ക് കവിയുടെ പട്ടണത്തെ നന്നായി അറിയാം. അതുപോലെ ജലത്തിന്റെ ഇമ്മോർട്ടാലിറ്റിയും നദി തിരിച്ചറിയുന്നു എന്ന കാര്യം കവി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 5th സ്റ്റാൻസയിൽ തന്റെ ബാല്യകാലത്തെ ഒരു ആരാധനാലയവുമായി ഉപമിക്കുന്നുണ്ട്. ബാല്യകാലം സന്തോഷം നൽകുന്നതായിരുന്നു, പക്ഷെ അന്നും മരണത്തെ ഭയന്നിരുന്നു. പിന്നീടുള്ള വരികളിൽ ആത്മാവിന്റെ എറ്റേണിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. മരിച്ചു കിടക്കുമ്പോൾ ഹൗസ് ഓഫ് ദ സൺ അഥവാ ശരീരം കിഴക്കോട്ട് കിടത്തുമ്പോൾ മരണത്തിന്റെ ഭാരത്തിൽ നിന്ന് മോചിതനാവുകയാണെന്നാണ് കവി വിവരിക്കുന്നത്. ഒരു ഫിലോസഫിക്കൽ നോട്ടോടെയാണ് കവിത അവസാനിക്കുന്നത്. സൂര്യപ്രകാശം തണുത്ത മുളകൾക്ക് ആശ്വാസം നൽകുന്നത് പോലെ ശരീരത്തിന് ആത്മാവ് ആവശ്യമാണ്. ഇവിടെ തണുത്ത മുളയെ ശരീരമായിട്ടും സൂര്യപ്രകാശത്തെ ആത്മാവുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. കവിതയുടെ അവസാന 2 വരികളിലൂടെ കവി മനസ്സിൽ നിന്ന് നിർജീവ ചിന്തകളെ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ അവൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ചെറുപട്ടണങ്ങളിലെ മനുഷ്യർ മരണശേഷം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നിത്യസന്തോഷത്തിലാകുമെന്നാണ് കവി വിശ്വസിക്കുന്നത്. സോ ഇതാണ് സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന പോയത്തിന്റെ സമ്മറി. ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്താന്ന് നോക്കാം. ഇതിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ മോർട്ടാലിറ്റി, 2 നാച്ചർ, 3 സ്പിരിച്വാലിറ്റി ആൻഡ് ദ 4th വൺ ഈസ് കൾച്ചർ ആൻഡ് റിച്വൽ. സോ ഇതാണ് മെയിൻ തീംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മെയിൻ തീംസിനെ കുറിച്ചിട്ട് ഒരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഐ വിൽ ഡു അനദർ വീഡിയോ ഓൺ ഇറ്റ്. ഇൻ നട്ട്ഷൽ നമുക്ക് എന്ത് പറയാം? സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന കവിതയിലൂടെ മമാങ് ദായ് പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും തമ്മിലുള്ള അനശ്വര ബന്ധത്തെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന പോയത്തിന്റെ സമ്മറി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് പോയത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Now it's time to wind up today's video. If you like my videos, please do subscribe, support and thank you for watching.